ഒരുപാട് ബ്രില്യൻ ഹിഡൻ ഡീറ്റെയിൽസിന് പകരം സിനിമയുടെ കഥാഗതിക്കനുസരിച്ച് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ആണ് തുടരും സിനിമയിലുള്ളത്. ഈ വീഡിയോയിൽ നമുക്ക് അതൊന്ന് നോക്കാം. ശബരിമലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ വെച്ച് കൂടെയുള്ള സ്വാമികളോട് ബെൻസ് പഴയ സിനിമാ വിശേഷങ്ങൾ പറയുന്ന സീൻ. വളവ് തിരിഞ്ഞ് കയറി വരുന്ന KSRTC ബസ്സിൻ്റെ സ്പീഡിൽ നിയന്ത്രണം വിട്ട് ബെൻസ് കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തും. അപ്പോൾ ബെൻസ് കൂടെയുള്ളവരോട് പറഞ്ഞിരുന്നത് കാതൽ പറവൈ എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു. പിന്നീട് ബെൻസിൻ്റെ വീട്ടിലെ ഷെൽഫിൽ കാതൽ പറവൈ എന്ന സിനിമ 100 ദിവസം ഓടിയതിൻ്റെ ഒരു മെമൻറ്റോ ഇരിക്കുന്നത് കാണാം. KSRTC ബസ് ഡ്രൈവറോട് ദേഷ്യപ്പെടുന്നത് കയറ്റം കയറി വരുമ്പോൾ ബസ് ലെയിൻ തെറ്റി ഓടിച്ചതുകൊണ്ടാണ്. അത് കൃത്യമായി സിനിമയിൽ കാണുന്നുണ്ട്. ബസ് പൂർണ്ണമായും കാറ് പോകാനുള്ള ലെയിനിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് മാറിപ്പോകുന്ന വിഷ്വൽ ആയതുകൊണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. ഷൺമുഖത്തിൻ്റെ ജീവിതത്തിലൂടെ നീങ്ങുന്ന ടൈറ്റിൽ സോങ്ങും വിഷ്വൽസും ഒരു സ്റ്റണ്ട് മാനിൽ നിന്നും ഒരു ഡ്രൈവർ ആകുന്നതും കുടുംബം ആവുന്നതും കാണിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഷൺമുഖത്തിൻ്റെ അച്ഛൻ്റെ പേര് മുരുകൻ എന്നായിരുന്നു എന്നും കാണാം. ലൈസൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോ ഫാമിലി ഫോട്ടോയിൽ നിന്നും വെട്ടിയെടുത്ത ഷൺമുഖത്തിൻ്റെ ഫോട്ടോയാണ്. അത്തരമൊരു ഫോട്ടോ, മുഖം പൂർണ്ണമായും കാണാത്ത, മുഖം ഒരു വശത്തേക്ക് ചെരിച്ചു വെച്ചുള്ള ഫോട്ടോ ഡ്രൈവിംഗ് ലൈസൻസിൽ വെച്ച് കൊടുക്കാറില്ല. ചെറിയൊരു മിസ്റ്റേക്കാണിത്. പവിയെയും പിക്ക് ചെയ്ത് വീട്ടിൽ വന്ന് കയറുന്ന ബെൻസിൻ്റെ കയ്യിലെ പ്ലാസ്റ്റിക് കവറിൽ ശബരിമലയിൽ നിന്നും വാങ്ങിയ അരവണകളാണ്. പിറ്റേന്ന് രാവിലെ കുളി കഴിഞ്ഞ് വരുന്ന ബെൻസ് മകളോട് സംസാരിക്കുന്ന സീനിൽ ചുമരിലെ ഒരു തട്ടിൽ അരവണ പായസത്തിൻ്റെ ഒരു പാത്രം കാണാം. ടാക്സി സ്റ്റാൻഡിൽ ചെന്നതിന് ശേഷം കൂട്ടുകാർക്ക് അരവണ പാത്രങ്ങൾ കൊടുക്കുന്നുമുണ്ട്. സീനുകളുടെ തുടർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും കൂടുതൽ കൃത്യത പാലിക്കാൻ സഹായിക്കും. കൺമണിപ്പൂവേ സോങ്ങിൽ നോർത്ത് ഇന്ത്യൻ ആളുകളെ ജോലിക്ക് കൊണ്ടുപോകുന്ന സീൻ. 4 പേര് മതിയെന്ന് പറഞ്ഞിട്ടും അവസാനം 5 പേരെയും കൊണ്ടാണ് ബെൻസ് പോകുന്നത്. താടി വെട്ടണ്ട എന്ന് ലളിത പറയുമ്പോൾ തുടർന്ന് ആ സീനിൽ ലാലേട്ടൻ ഒരേ ഡയലോഗ് 2 രീതിയിൽ പറയുന്നുണ്ട്. രണ്ടും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മിക്കവാറും മേക്കേഴ്സ് മറ്റൊരു രീതിയിൽ കൂടി ചെയ്യാമോ എന്നാവശ്യപ്പെട്ടതനുസരിച്ച് ചെയ്തതായിരിക്കും. രണ്ടും അതിഗംഭീരവുമാണ്. ബെൻസിൻ്റെ കാർ അംബാസഡർ മാർക്ക് 1 ആണെന്ന് പറയുന്നുണ്ട്. മാർക്ക് 1 കാറിന് KL03L4455 എന്ന രജിസ്ട്രേഷൻ നമ്പർ വരില്ല. പഴയ രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നു വേണ്ടിയിരുന്നത് എന്ന് കേട്ടിരുന്നു. ബെൻസിൻ്റെ ഈ കാർ കിട്ടുന്നത് സ്റ്റണ്ട് മാസ്റ്റർ പഴനിസ്വാമിയുടെ പക്കൽ നിന്നാണ്. പഴയ കാർ നമ്പർ ടൈറ്റിൽ സോങ്ങിനിടയിൽ കാണിക്കുന്നുണ്ട്. അത് TMA 3165 എന്നാണ്. കേരളത്തിലേക്ക് വന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത് പുതിയ നമ്പർ ആക്കിയതാണ്. രാത്രിയിൽ അത്താഴം കഴിക്കുമ്പോഴും പിറ്റേന്ന് രാവിലെ ഉണരുമ്പോഴും പവിയുടെ ഫോണിലേക്ക് മേരി മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പവിക്കൊരു പ്രണയം ഉണ്ടെന്ന് സിനിമയുടെ തുടക്കം മുതലേ പ്രേക്ഷകനെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അത്താഴം കഴിക്കുന്ന സമയത്ത് പവി പറയുന്ന ഡയലോഗ് നഷ്ടപ്പെടാം പക്ഷെ പ്രേമിക്കാതിരിക്കരുത് എന്നാണ്. പവിയുടെ പ്രണയവും ഏതാണ്ട് ഇങ്ങനെയാണെന്ന് പവിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ആ ഡയലോഗ് പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ നിന്ന് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് മാറ്റുമ്പോൾ ലളിതയുടെ കയ്യിൽ നിന്നും അടപ്പ് ചൂട് കാരണം താഴേക്ക് വീഴുന്നുണ്ട്. രാവിലെ പവിത്ര കഴിക്കുന്ന ഭക്ഷണവും ഇഡ്ഡലിയാണ്. ഈ സീനുകൾ ഒഴിവാക്കിയാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് ഉള്ളപ്പോൾ പ്രേക്ഷകനുമായി കൂടുതൽ അടുക്കാൻ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും സംഭവങ്ങൾക്കും സാധിക്കും. അടുത്ത വീട്ടിലെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ നടക്കുന്ന രാത്രിയിൽ വെള്ളമടിക്കാനായി ബെൻസും കൂട്ടുകാരും പോകുന്ന സീൻ. അത് ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പന്തലിൻ്റെ അടുത്തായി ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. വെള്ളമടിക്കാൻ പോകുമ്പോൾ കയ്യിലിരുന്ന ചോറിൻ്റെ പാത്രം പവിയുടെ കയ്യിൽ കൊടുത്ത് വിളമ്പാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ പവി അത് വേറെ ആരുടെയോ കയ്യിൽ കൊടുത്ത് അവനും വെള്ളമടിക്കാനായി ചെല്ലും. പക്ഷേ ആദ്യത്തെ ഒരു ഗ്ലാസ് മദ്യം പവിയുടെ കയ്യിൽ നിന്നും വാങ്ങി ബെൻസ് കഴിക്കും. പിന്നീട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ പവിയെ ശ്രദ്ധിച്ചാൽ വെള്ളമടിച്ച് കിറുങ്ങിയിരിക്കുന്നത് പോലെയുണ്ട്. അതുപോലെ വെള്ളമടിക്കുന്ന സമയത്ത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള കവറിലേക്ക് ഓരോരുത്തരായി അവരവരുടെ വിഹിതം ഇടുന്നതും കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ആ കവർ കൈമാറി ഗിഫ്റ്റ് കൊടുക്കുന്നുമുണ്ട്. പവിയുടെ ഫ്രണ്ട്സ് വരുന്ന സീൻ. ബെൻസിൻ്റെ വണ്ടിയെ കിരൺ പൊക്കി പറയുമ്പോൾ കിരണിനോട് വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കാൻ പറയും. എന്നിട്ട് പവിയോട് മലങ്കൾട്ട് വണ്ടിയെന്ന് പറഞ്ഞ് കളിയാക്കിയതിന് പോയി ഡിക്കിയിൽ കയറാൻ പറയും. പിന്നീട് പവിയുടെ ശവം ഡിക്കിയിൽ കയറുകയും ചെയ്യും. ഒരു രാത്രി മുഴുവൻ ബെൻസ് വണ്ടി ഓടിച്ച് പോവേണ്ടിയും വരും. വാക്കുകൾ അറം പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇതൊരു ഇൻ്റർവ്യൂവിൽ ഡയറക്ടർ തരുൺമൂർത്തി തന്നെ പറഞ്ഞ പോയിൻ്റാണ്. ഫ്രണ്ട്സ് വീട്ടിൽ വന്നതിന് ശേഷം ചുമരിലെ ഫോട്ടോസ് നോക്കുന്നതിനിടയിൽ കമൽഹാസൻ സാറിൻ്റെ കൂടെയുള്ള സിനിമ ഏതാണെന്ന് ചോദിക്കുമ്പോൾ പഴയ വിക്രം എന്ന സിനിമയാണെന്ന് പറയും. കൂടെ ബെൻസ് ലളിതയോടായി പറയുന്നത് അൻപ് പടം എന്നാണ്. ആ പറഞ്ഞത് ലളിതയുടെ ആദ്യ ഭർത്താവ് അൻപ് വർക്ക് ചെയ്തിരുന്ന പടം എന്നുള്ള അർത്ഥത്തിലും ആവാം. സിയാച്ചൻ ബീവറേജിൽ പോകാൻ വേണ്ടി ബെൻസിനെ വിളിക്കാൻ വരുന്ന സീൻ. ബെൻസ് വീട്ടിൽ നിന്നിറങ്ങി ഓടി സിയാച്ചൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തൊട്ടുപുറകെ വീട്ടിലെ പട്ടിയും ചെല്ലും. അതുകൊണ്ട് സിയാച്ചൻ പേടിച്ച് കാല് പൊക്കി ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിലേക്ക് വയ്ക്കും. ബെൻസ് പട്ടിയെ ഓടിച്ചു വിട്ടിട്ട് സിയാച്ചൻ്റെ കാല് പിടിച്ച് താഴേക്കിടും. ഇതൊരു ഗംഭീരൻ ഹിഡൻ ഡീറ്റെയിലൊന്നും അല്ലെങ്കിലും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പെരുമാറ്റമാണത്.
മണിയൻ കാരണം ബെൻസിൻ്റെ കാറ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച സീനിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന മണിയനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. മാത്രമല്ല അതിലെ ക്രൈം നമ്പറിലെ വർഷം 2023 അതായത് വർഷങ്ങളായി മണിയൻ ഒരു പിടികെട്ടാപ്പുള്ളിയാണ്. മണിയനെ അന്വേഷിച്ച് ബെൻസും കൂട്ടുകാരും ചെല്ലുന്ന രംഗം. ശോഭി തിലകൻ്റെ ക്യാരക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ TV-യിൽ നിന്ന് കേൾക്കുന്നത് സ്ഫടികം സിനിമയിലെ തിലകൻ അവതരിപ്പിച്ച ചാക്കോമാഷിൻ്റെ ഡയലോഗാണ്. ശേഷം ആ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടുമ്പോൾ ബെൻസിനോട് മണിയൻ്റെ അമ്മ പറയുന്നത് നീ നിന്റെ കാറ് മുടിഞ്ഞു നശിച്ചു പോകണ്ട എന്നാണ്. തുടർന്ന് അങ്ങോട്ട് സംഭവിക്കുന്നതും ആ പ്രാക്കിൻ്റെ ബാക്കി പത്രം എന്നതുപോലെയാണ്. ഇതും ഡയറക്ടർ തരുൺ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോയിൻ്റാണ്. പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന കാർ ബെൻസ് കഴുകുമ്പോൾ SI ബെന്നി വന്ന് ദേഷ്യപ്പെടുന്ന സീനിൽ ആ സീൻ അവസാനിക്കുന്ന ഒരു ഉന്തും തള്ളിലുമാണ്. അതിനുശേഷം നടന്നു പോകുന്ന ബെൻസിൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയിരിക്കുന്നത് കാണാം. ചെറിയൊരു കാര്യമാണെങ്കിലും അക്യുറേറ്റായി ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ബെൻസ് നെഞ്ചിലൊരു കനമെന്നും പറഞ്ഞ് ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന രംഗം. ആ രാത്രിയിലാണ് പവി ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ SI ബെന്നി പോലീസ് സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ കിടന്നിരുന്ന പവിയുടെ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയെടുക്കുന്നുണ്ട്. ശേഷം CI ജോർജ് മാത്തൻ്റെ ക്യാബിനിൽ വെച്ച് ജോർജ് സാർ മേശപ്പുറത്തിരുന്ന ഹെൽമെറ്റ് എടുത്ത് മേശയുടെ താഴേക്കും വയ്ക്കുന്നുണ്ട്. ഈ ബൈക്ക് സിനിമയുടെ തുടക്കത്തിൽ ബെൻസിൻ്റെ വീട്ടിൽ കാണിച്ചിരുന്നത് ശ്രദ്ധിച്ചവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പരിധിവരെ കഥ ഊഹിക്കാവുന്നതായിരുന്നു. കാടിനകത്തേക്ക് ബെൻസും CI ജോർജും SI ബെന്നിയും കോൺസ്റ്റബിൾ സുധീഷും കാറിൽ പോകുന്നതിനിടയിൽ SI ബെന്നി ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന് അയാൾക്ക് വണ്ടി ഓടിക്കണം എന്ന് പറയും. ബെൻസ് അത് സമ്മതിക്കാതെ വരുമ്പോൾ CI ജോർജ് ഇടപെടുകയും ബെന്നിയോട് നിനക്കൊരു റൗണ്ട് പോയിട്ട് വന്നാൽ നിൻ്റെ കഴപ്പ് തീരുമോ എന്ന് ചോദിച്ചിട്ട് സുധീഷിനോട് മുൻപിൽ കയറിയിരിക്കാൻ പറയുകയും പിന്നീട് വണ്ടി ഓടിച്ച് പോകാൻ പറയുകയും ചെയ്യും. ബെൻസും CI ജോർജും അവർ തിരിച്ചു വരാൻ കാത്ത് റോഡരികിൽ നിന്നേനെ. അപ്പോൾ ബെൻസ് അത് സമ്മതിച്ചിരുന്നെങ്കിൽ SI ബെന്നിയും കോൺസ്റ്റബിൾ സുധീഷും കാറുമായി പോവുകയും ആ ശവം എവിടെയെങ്കിലും മറവ് ചെയ്ത് തിരിച്ചെത്തിയേനെ. പക്ഷെ ബെൻസ് സമ്മതിക്കാത്തത് കൊണ്ട് തുടർന്നും ബെൻസ് തന്നെ വണ്ടി ഓടിക്കേണ്ടി വരികയും CI ജോർജിൻ്റെയും SI ബെന്നിയുടെയും അപ്പോഴത്തെ പ്ലാൻ നടക്കാതെ വരികയും ചെയ്തു. കാറിനകത്ത് ഒരു ശവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബെൻസ് CI ജോർജിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള രാത്രിയിലെ സീനുകളിലൊക്കെ തന്നെ CI ജോർജിൻ്റെ ഷർട്ടിൻ്റെ മേൽഭാഗം ബട്ടൺ ഇടാതെയാണ് കിടക്കുന്നത്. ആ പിടിവലിയിൽ ബട്ടൺ പൊട്ടിപ്പോയിരുന്നു. പിന്നീട് CI ജോർജ് ഇതേ ഷർട്ടിൽ ബട്ടൺസ് തയ്ച്ചു പിടിപ്പിക്കുന്ന രംഗവും കാണിക്കുന്നുണ്ട്. കാടിറങ്ങി തിരിച്ചു വരുമ്പോൾ ഉത്സവത്തിൻ്റെ പ്രദക്ഷിണം പോകുന്നത് കാണിക്കുന്നുണ്ട്. കാർ നിർത്തി ആ പ്രദക്ഷിണം പോകുന്നത് വരെ 4 പേരും കാറിൽ കാത്തിരിക്കുന്നു. ഇതിലൊരു ഷോട്ടിൽ കറുത്ത അംബാസഡർ കാർ ഉത്സവത്തിന് കൊണ്ടുവന്ന ഒരു ആനയെപ്പോലെയാണെന്ന് കാണിക്കുന്ന രീതിയിൽ പ്രതീകാത്മകമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പവിയെ കാണാനില്ല എന്ന പരാതി കൊടുത്ത് തിരികെ പോകുമ്പോൾ പള്ളിയിലെ പ്രദക്ഷിണം നടക്കുന്നതിനിടയിലും ബെൻസും കാറും ഒരു ആനയെപ്പോലെ സിംബിളൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ 2 സീനിലും കറുത്ത അംബാസഡർ കാറും ബെൻസും നീങ്ങുന്നത് പ്രദക്ഷിണത്തിന് എതിരെയാണ്. ഉത്സവത്തിന് ആന ചുമക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിമയും മുത്തുകുടകളും ആണെങ്കിൽ ഇവിടെ കഠിനമായ വേദനയും സങ്കടവുമാണ് ബെൻസ് ചുമക്കുന്നത്. ബെൻസിൻ്റെ കാറിനകത്ത് നിന്ന് പേഴ്സ് എങ്ങനെ കിട്ടി എന്നത് പലയിടത്തും ഒരു ചോദ്യമായി കണ്ടിരുന്നു. കാട്ടിൽ വെച്ച് കാറിനകത്ത് നിന്നും ചാക്കിൽ കിട്ടിയ ശവം കൊണ്ടുപോകുമ്പോൾ ശവശരീരത്തിൻ്റെ കാല് ചാക്കിൻ്റെ തുളയിലൂടെ പുറത്തേക്കായി കിടന്നിരുന്നു. ആ തുളയിലൂടെ പേഴ്സ് ചാടി ഡിക്കിയിൽ വീണതാണ്. എൻ്റെ സംശയം പേഴ്സ് എടുത്ത് ബെൻസ് പറമ്പിലേക്ക് എറിയുന്നുണ്ട്. വീട്ടിലെ 2 പെട്ടികളിൽ ഒരെണ്ണമെങ്കിലും ഈ പേഴ്സ് പിന്നീട് കടിച്ചെടുക്കേണ്ടതായിരുന്നില്ലേ എന്നതാണ്. ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന വണ്ടിയിൽ നിന്നും എങ്ങനെയാണ് ശവം കണ്ടെത്തിയത് എന്നൊരു സംശയം ചിലർ ചോദിച്ചിരുന്നു. ഫയർഫോഴ്സ് ഓഫീസർക്ക് രക്ഷാദൗത്യത്തിനിടയിൽ രൂക്ഷമായ മണം കിട്ടിയത് കൊണ്ട് മറിഞ്ഞു കിടക്കുന്ന KCB വണ്ടിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ശവശരീരം കാണുന്നത്. അഴുകിയ ശവത്തിൽ നിന്നുള്ള മണമാണ് അത് കണ്ടെത്താൻ കാരണമായത്. സുധീഷിനെ ബെൻസ് കടത്തിക്കൊണ്ടു പോകുന്നത് കമ്പത്തിനാണ്. എന്തുകൊണ്ട് കമ്പത്തിന് തന്നെ കൊണ്ടുപോയി എന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ബെൻസിൻ്റെ നാട് കമ്പമാണ്. അച്ഛൻ കമ്പത്തായിരുന്നു എന്നും അമ്മ പത്തനംതിട്ട ആയിരുന്നു എന്നും ബെൻസ് CI ജോർജിനോട് പറയുന്നുണ്ട്. പത്തനംതിട്ട വിട്ടാൽ ഇതിന് ഏറ്റവും പരിചയമുള്ളൊരു സ്ഥലം കമ്പമാണ്. പവിയെ കൊല്ലുന്ന ആ രാത്രി മുതൽ CI ജോർജിൻ്റെ വലത്തെ കൈയുടെ പുറം ഭാഗത്ത് ഒരു ബാൻഡേഡ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് റിട്ടയർമെൻറ്റ് പ്രോഗ്രാം വരെ കൈയുടെ പുറത്ത് ഈ ബാൻഡേഡ് കാണാം. ഇത് മേരിക്ക് പവിയുമായുള്ള ബന്ധം തിരിച്ചറിഞ്ഞ അന്ന് മേരിയുടെ ബാത്റൂമിൻ്റെ വാതിൽ കൈകൊണ്ട് ഇടിച്ചു പൊളിച്ചപ്പോൾ സംഭവിച്ച മുറിവിന് മുകളിൽ ഒട്ടിച്ചതാണ്. കണ്ടിന്യൂറ്റി നിലനിർത്താൻ തുടർന്നുള്ള എല്ലാ സീനിലും ഈ ബാൻഡേഡ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതും വെച്ച് റിട്ടയർമെൻറ്റ് പ്രോഗ്രാമിലേക്ക് ചെന്നാൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടും അത്രയും ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ടും ബാൻഡേഡ് കളയുകയാണ് ചെയ്തത്. കോടതിയിൽ ഹാജരാകാൻ ബെൻസിനെ കൊണ്ടുചെല്ലുന്ന സീനിൽ CI ജോർജിനെയും ബെൻസിനെയും കാണിക്കുന്ന ഒരു ഷോട്ടിൽ ചുമരിലെ കോട്ട് ഇങ്ങനെയാണ്: ജസ്റ്റിസ് ഈസ് സംടൈംസ് ഹാർഡ് ടു അച്ചീവ്. നീതി ലഭിക്കാൻ ചിലപ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നർത്ഥം.
കോടതി രംഗത്ത് റാന്നി പെരുന്നാട് പോലീസിന് തെളിവെടുപ്പിനായി പ്രതിയെ വിട്ടു നൽകിക്കൊണ്ടുള്ള വിധി പറയുമ്പോൾ ഒരു നിമിഷത്തേക്ക് ബെൻസ് അവിടെ വെച്ച് തന്നെ എന്തൊക്കെയോ പറയാൻ തുടങ്ങുന്നത് പോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് കഴിയാതെ പോലീസ് പ്രതിക്കൂട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. റിട്ടയർമെൻറ്റ് മീറ്റിങ്ങിൽ ജോർജ് സാറിൻ്റെ മകൾ പങ്കെടുത്തതായി കാണിക്കുന്നില്ല. ഓഡിയൻസിൻ്റെ ഏറ്റവും മുൻപിലായി ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് മകളെ ഉദ്ദേശിച്ചായിരുന്നിരിക്കാം. മേരിയും പവിയുമായുള്ള ബന്ധം അറിഞ്ഞ് ജോർജ് മേരിയുടെ ഫോൺ തല്ലിപ്പൊട്ടിക്കുന്ന സീനിൽ ചുറ്റിക ഉപയോഗിച്ച് ജോർജ് മേരിയുടെ ഫോൺ തല്ലി പൊട്ടിക്കുമ്പോൾ ജോർജ് ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് SI ബെന്നിയോടായിരുന്നു. ജോർജിൻ്റെ നിർദ്ദേശപ്രകാരം SI ബെന്നി അപ്പോഴേക്കും പവിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഫോൺ അടിച്ചു പൊട്ടിക്കുന്ന രംഗം ഒരൊറ്റ സെക്കൻഡിലാണ് കടന്നു പോകുന്നത്. അതിൽ CI ജോർജ് ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ വളരെ ഭംഗിയായത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ഹോസ്റ്റൽ വാർഡൻ രജിസ്റ്റർ നോക്കി പവി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ അതിൽ ഒരാഴ്ചയോളം ദിവസങ്ങൾ സെമസ്റ്റർ ബ്രേക്ക് അഥവാ സെം ബ്രേക്ക് എന്നെഴുതി വേർതിരിച്ചിട്ടുണ്ട്. അതായത് പവി വീട്ടിലേക്ക് വരുന്നതും തുടർന്ന് ബെൻസിൻ്റെ കാർ ആക്സിഡൻ്റ് ആവുന്നത് വരെയുള്ള സമയമാണ് ആ സെമസ്റ്റർ ബ്രേക്ക്. കൃത്യമായ ടൈം ലൈൻ ശ്രദ്ധിച്ചാൽ തുടരും സിനിമയുടെ കഥ നടക്കുന്നത് പവിയുടെ സെം ബ്രേക്ക് തുടങ്ങിയത് മുതൽ ബെൻസിനെ കോടതിയിൽ ഹാജരാക്കുന്നത് വരെയുള്ള ദിവസങ്ങളിലാണ്. കൃത്യമായ ടൈം ലൈൻ വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്, കാണാൻ മറക്കരുത്. എന്നാലും എൻ്റെ ഒരു സംശയം, SIയും DYSPയും ഒക്കെ ആയിട്ട് കൂടി ഒരു തോക്ക് പോലും ഇവരുടെ കയ്യിലില്ലേ എന്നതാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.